ഗുഡ് മോർണിംഗ് ഓൾ. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമെന്നാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ എപ്പോഴെങ്കിലും നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും പ്രൈം മിനിസ്റ്ററെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും വില്യം ഷേക്സ്പിയറെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ? നിങ്ങൾ മോഹൻലാലിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ മീറ്റിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഒരു കാര്യം അത് പാസ്റ്റിൽ തൊട്ടിട്ട് ഈ പ്രസൻറ്റ് വരെ ബന്ധമുള്ള ഒരു കാര്യം നമ്മൾ എങ്ങനെ ചോദിക്കും? നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്രഞ്ച് റൈസ് കഴിച്ചിട്ടുണ്ടോ? ഇത് എങ്ങനെ ചോദിക്കും എന്നതാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളിപ്പോൾ ഒരാൾ ഇന്നലെ ഫ്രഞ്ച് റൈസ് കഴിച്ചോ എന്ന് ചോദിക്കാൻ നമ്മൾ ഡിഡ് യു ഈറ്റ് ഫ്രഞ്ച് റൈസ് ലാസ്റ്റ് എന്ന് പറയും. പക്ഷെ നിങ്ങൾ ഇതുവരെ ഫ്രഞ്ച് റൈസ് കഴിച്ചിട്ടുണ്ടോ? അങ്ങനെയാണ് ചോദിക്കേണ്ടത്. അതെങ്ങനെ ചോദിക്കുക എന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഹാസ്, ഹാവ്, പിന്നെ അതിൻ്റെ കൂടെ V3 ഫോം. V3 ഫോം എന്താണെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. അതായത് ഗോ, വെന്റ്, ഗോൺ. ഗോന് തന്നെ 3 ഫോം ഉണ്ട്. പോവുക, പോയി, പോവാറുണ്ട്. അപ്പോൾ അതിൽ ഈറ്റ്, ഏറ്റ്, ഈറ്റൺ, ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്, കം, കെയിം, കം. അതിലെ മൂന്നാമത്തെ ഫോമായ ഗോൺ, അതായത് ഗോ, വെന്റ്, ഗോൺ. അതിൽ ഗോൺ, ഈറ്റ്, ഏറ്റ്, ഈറ്റൺ. ആ ഫോം വേണം ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ. ഒരിക്കലും ഹാവ് ഗോ എന്നോ ഹാസ് ഗോ എന്നോ പറയരുത്. ഹാവ് ഗോൺ, ഹാസ് ഗോൺ, ഹാവ് റിട്ടൺ, ഹാസ് റിട്ടൺ. അതുപോലെ തന്നെ ഹാവ് മെറ്റ്, അങ്ങനെ വേണം പറയാൻ. പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് ഏതിൻ്റെയൊക്കെ കൂടെ ഹാവ് വരും, ഏതിൻ്റെയൊക്കെ കൂടെ ഹാസ് വരുന്നത്. ഐ, യു, ദേ, വി ഇതിൻ്റെ കൂടെ ഹാവ് വരും. ഷീ, ഹി, അനു എന്നൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഹാസ് വരും. അതൊന്നും അറിയില്ലെങ്കിൽ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം, എന്നാലേ പഠിക്കാൻ പറ്റൂ. ഇപ്പോൾ ഉദാഹരണത്തിന്, അവൾ സ്കൂളിൽ പോയിട്ടുണ്ട് ഇപ്പോൾ, ജസ്റ്റ് നൗന്നോ അല്ലെങ്കിൽ പോയിട്ടുണ്ട് എന്ന് പറയാൻ. അവളല്ല ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട് ഇതുവരെ എന്ന് പറയാൻ. അല്ലെ ഇപ്പോൾ ഒന്നുകിൽ ഇപ്പോൾ പോയിട്ടുണ്ട്, അല്ലെ ഇതുവരെ പോയിട്ടുണ്ട്. 2 തരത്തിൽ ഇത് വരും. ഷീ ഹാസ് ഗോൺ ടു സ്കൂൾ, അവൾ സ്കൂളിൽ പോയിട്ടുണ്ട്. അത് ഐ ആണെങ്കിൽ ഐ ഹാവ് ഗോൺ എന്ന് പറയും. യു ആണെങ്കിൽ യു ഹാവ് ഗോൺ എന്ന് പറയും. വി ഹാവ് ഗോൺ, ദേ ഹാവ് ഗോൺ. ഷീ ആണെങ്കിൽ അവിടെ ഷീ ഹാസ്നെ പറയൂ. ഹി ആണെങ്കിൽ ഹി ഹാസ്നെ പറയൂ. അനു ആണെങ്കിൽ അനു ഹാസ്നെ പറയൂ. അല്ല ഏത് പേരാണെങ്കിലും. അപ്പോൾ ഓർമ്മിക്കേണ്ടത് ഏതിൻ്റെ കൂടെ ഹാവ് വരും, ഏതൊക്കെ പ്രൊനൗണിൻ്റെ കൂടെ ഹാവ് വരും, ഏതൊക്കെ പ്രൊനൗണിൻ്റെ കൂടെ ഹാസ് വരും. ഇത് നിങ്ങൾ പഠിച്ചതാണ്, അതാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയത്. അത് നിങ്ങൾക്കറിയാം. ഇനി നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഷീ ഹാസ് ഗോൺ ടു സ്കൂൾ, അവൾ സ്കൂളിൽ പോയിട്ടുണ്ട് എന്നാണല്ലോ അർത്ഥം. അതിൽ ഷീ ഹാസ് നേരെ തിരിച്ചിട്ട് അത് ക്വസ്റ്റ്യൻ ആവും. ഹാസ് ഷീ. ഷീ ഹാസ് നേരെ തിരിച്ചിട്ടതാണ് ഇവിടെ ഹാസ് ഷീ. ഹാസ് ഷീ ഗോൺ ടു സ്കൂൾ, അവൾ സ്കൂളിൽ പോയിട്ടുണ്ടോ ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. അതേപോലെ തന്നെ അവൾ ചൈനീസ് ഫുഡ് കഴിച്ചിട്ടുണ്ടെന്ന് എങ്ങനെ പറയാം? ഷീ ഹാസ് ഈറ്റൺ ചൈനീസ് ഫുഡ്. കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഹാസ് ഷീ ഈറ്റൺ ചൈനീസ് ഫുഡ്. അതേ കാര്യം നിങ്ങൾ ചൈനീസ് ഫുഡ് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ നിങ്ങൾ എന്നതിന് യു എന്നാണ് പറയാം. അപ്പോൾ എങ്ങനെ പറയണം? ഹാവ് യു ഈറ്റൺ ചൈനീസ് ഫുഡ്? ഹാസ് ഷീ ഈറ്റൺ ചൈനീസ് ഫുഡ്? ബട്ട് ഹാവ് യു, യുവിൻ്റെ കൂടെ നമുക്ക് ഹാസ് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് ഹാവ് യു ഈറ്റൺ ചൈനീസ് ഫുഡ്. ഹി ആണെങ്കിലോ ഹാസ് ഹി ഈറ്റൺ ചൈനീസ് ഫുഡ്. അവിടെ ഈറ്റിന് പകരം ഹാഡ് ഉപയോഗിക്കുക കേട്ടോ. ഹാഡ് എന്ന് വെച്ചാൽ കഴിച്ചു എന്നുള്ള അർത്ഥമാണ്. അതുപോലെ തന്നെ ഹാസ് അനു ഈറ്റൺ ചൈനീസ് ഫുഡ്? ഹാവ് ദേ ഈറ്റൺ ചൈനീസ് ഫുഡ്? ഹാവ് വി ഈറ്റൺ ചൈനീസ് ഫുഡ്? അത് പ്രാക്ടിക്കൽ അല്ല, എന്നാലും നമുക്ക് അങ്ങനെ പറയാം. അതായത് നമ്മളോട് തന്നെ ചൈനീസ് ഫുഡ് കഴിച്ചു എന്ന് ചോദിക്കില്ല, പക്ഷെ ഗ്രാമാറ്റിക്കലി അത് കറക്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? നമ്മൾ ക്വസ്റ്റ്യൻ എപ്പോഴും എസ് ഓർ നോ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹാസ് പ്ലസ് ഹാസ് ഓർ ഹാവ് സബ്ജക്റ്റിനനുസരിച്ച് കൊടുത്ത് അതിൻ്റെ കൂടെ സബ്ജക്റ്റ് പ്ലസ് V3 ഫോം ചേർത്താൽ നമ്മുടെ ക്വസ്റ്റ്യൻ കിട്ടും. നമ്മൾ ഒരു സ്ഥലത്ത് പോയി ഒരാളെ കണ്ടു, നമുക്ക് എവിടെയോ കണ്ട് പരിചയമുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചോദിക്കുക? നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ന് പറയുമ്പോൾ എന്താണ്? വി ആണ്. വിൻ്റെ കൂടെ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഹാവ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ അതെങ്ങനെ വരുക? ഹാവ് വി മെറ്റ് ബിഫോർ. ഹാവ് വി മെറ്റ് ബിഫോർ, അതാണ് അതിൻ്റെ ആൻസർ.
നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് പറയാൻ ഹാവ് വി മെറ്റ് ബിഫോർ. നീ എൻ്റെ ഫോൺ കണ്ടോ? ഇവിടെ ആരാണ്? നീയാണ്. നീയുടെ കൂടെ ഏതാണ്? യു ആണ്. യു എന്ന് പറയുമ്പോൾ അതിനൂടെ ഹാവ് ആണ് വരിക. ഹാവ് യു. കാണുക എന്നിട്ട് എന്താ പറയുക? സീ ആണ്. നമുക്ക് സീ ഉപയോഗിക്കാൻ പറ്റൂല. സിയുടെ V3 ഫോം ഏതാണ്? സീനാണ്. ഹാവ് യു സീ സോ സീനാണ്. അപ്പോൾ ഹാവ് യു സീൻ മൈ ഫോൺ? നീ എൻ്റെ ഫോൺ കണ്ടിരുന്നോ? അതിപ്പോൾ കാണുന്നില്ല, എവിടെയോ ആണുള്ളത്. നീ കണ്ടിരുന്നോ? ഞാൻ കാണുന്നില്ല. എൻ്റെ ഫോൺ കണ്ടിരുന്നോ എന്ന് ചോദിക്കാൻ എങ്ങനെയാണ്? ഹാവ് യു സീൻ മൈ ഫോൺ? ഞാനിപ്പോൾ ഇവിടെ എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു, നീ കണ്ടോ എന്ന് ചോദിക്കാൻ ഹാവ് യു സീൻ മൈ ഫോൺ. അടുത്തത്, നീ അസൈൻമെൻറ്റ് പൂർത്തിയാക്കിയോ? പരീക്ഷ എടുത്തു, നീ അസൈൻമെൻറ്റ് പൂർത്തിയാക്കിയോ എന്ന് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? പൂർത്തിയാക്കുന്നതിന് ഫിനിഷ് എന്ന് പറയും. ഇവിടെ നീ ആയതുകൊണ്ട് എങ്ങനെ പറയാം? ഹാവ് യു. യു കൂടെ ഹാവ് ആണല്ലോ വേണ്ടത്. ഹാവ് യു ഫിനിഷ്ഡ് യുവർ അസൈൻമെൻറ്റ്? ഇനി ഇതേ കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അവൾ അസൈൻമെൻറ്റ് പൂർത്തിയാക്കിയോ എന്ന് എങ്ങനെ ചോദിക്കുക? ഹാസ് ഷീ ഫിനിഷ്ഡ് ഹർ അസൈൻമെൻറ്റ്? ഹാസ് ഹി ഫിനിഷ്ഡ് ഹിസ് അസൈൻമെൻറ്റ്? അങ്ങനെ പറയണം. കാരണം അത് സബ്ജക്റ്റിനനുസരിച്ചിട്ട് ഹാവും ഹാസും മാറും. നീ ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങിയോ? ഹാവ് യു സ്റ്റാർട്ടഡ് യുവർ ഹോംവർക്ക്? അടുത്തത്, ആരെങ്കിലും ബുക്ക് വാങ്ങിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും എന്ന് പറയുമ്പോൾ നമ്മൾ എനിവൺ എന്നാണ് പറയുക. എനിവണിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും ഹാസ് ആണ് ഉപയോഗിക്കുക കേട്ടോ. ഹാസ് എനിവൺ ബോട്ട് ബുക്ക്? ഹാസ് എനിവൺ ബ്രോട്ട് അല്ല, ബോട്ടാണ്. ബ്രോട്ടിൻ്റെ അർത്ഥം മാറ്റാണ്. ഹാസ് എനിവൺ ബ്രോട്ട് ബുക്ക്? ഹാസ് എനിവൺ ബ്രോട്ട് ബുക്ക്? അപ്പോൾ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഹാവ് യു മെറ്റ് ബിഫോർ. ഫോൺ കണ്ടോ എന്ന് ചോദിക്കാൻ ഹാവ് യു സീൻ മൈ ഫോൺ. അസൈൻമെൻറ്റ് പൂർത്തിയാക്കിയോ എന്ന് ചോദിക്കാൻ ഹാവ് യു ഫിനിഷ്ഡ് മൈ അസൈൻമെൻറ്റ്. ഹോംവർക്ക് ചെയ്തോ എന്ന് ചോദിക്കാൻ ഹാവ് യു സ്റ്റാർട്ടഡ് യുവർ ഹോംവർക്ക്. ഫോൺ കണ്ടോ എന്ന് ചോദിക്കാൻ ഹാവ് യു സീൻ മൈ ഫോൺ. ആരെങ്കിലും ബുക്ക് വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഹാസ് എനിവൺ ബോട്ട് ബുക്ക്? നീ നിൻ്റെ ഇമെയിൽ നോക്കിയിട്ടുണ്ടോ എന്ന് എങ്ങനെയായിരിക്കും അപ്പോൾ ചോദിക്കുക? പറയാൻ പറ്റുമോ? പറയാൻ ഹാവ് യു. നീ ആയതുകൊണ്ട് ഹാവ് ആണ്. ഹാവ് യു ചെക്ക്ഡ്? ഹാവ് യു ചെക്ക്ഡ് യുവർ ഇമെയിൽ? ഹാവ് യു ചെക്ക്ഡ് യുവർ ഇമെയിൽ? നീ ജോലി പൂർത്തിയാക്കിയോ എന്ന് എങ്ങനെയായിരിക്കും ചോദിക്കുക? നീ ജോലി പൂർത്തിയാക്കിയോ? ഹാവ് യു ഫിനിഷ്ഡ് യുവർ വർക്ക്? ഹാവ് യു ഫിനിഷ്ഡ് യുവർ വർക്ക്? ഇതേ കാര്യം അവളാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹാസ് ഷീ ഫിനിഷ്ഡ് യുവർ വർക്ക്? നീ മീറ്റിങ്ങിന് തയ്യാറാക്കിയോ? ഹാവ് യു പ്രിപ്പയർഡ് ഫോർ മീറ്റിംഗ്? ഹാവ് യു പ്രിപ്പയർഡ് ഫോർ മീറ്റിംഗ്? അടുത്തത്, നീ പ്രസൻറ്റേഷന് വേണ്ടി തയ്യാറായോ എന്നാണ് അടുത്തത്. ഹാവ് യു പ്രിപ്പയർഡ് ഫോർ പ്രസൻറ്റേഷൻ? ഇതിൽ ഹാസ് ആണെങ്കിൽ, ഷീ ആണെങ്കിൽ ഹാസ് ഷീ പ്രിപ്പയർഡ് ഫോർ പ്രസൻറ്റേഷൻ? നീ ലഞ്ച് കഴിച്ചോ എന്നെങ്ങനെ ചോദിക്കുക? ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്? ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്? ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്? അവൾ കഴിച്ചോണോ ചോദിക്കണമെങ്കിൽ ഹാസ് ഷീ ഹാഡ് യുവർ ലഞ്ച്? അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നീ ഒരു പുതിയ ജോലിക്ക് നോക്കാൻ തീരുമാനിച്ചോ? കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചോദിക്കുക? ഹാവ് യു കൺസിഡേർഡ് ലുക്കിംഗ് ഫോർ എ ന്യൂ ജോബ്? തീരുമാനിച്ചോ അല്ലെങ്കിൽ ചിന്തിച്ചോ എന്നൊക്കെ, അത് പരിഗണനയിൽ എടുത്തോ എന്നൊക്കെ ചോദിക്കാൻ നമ്മൾ ഏതോ ഉപയോഗിക്കാന്ന് വെച്ചാൽ കൺസിഡേർഡ് എന്നുള്ളതാണ്. അപ്പോൾ ഹാവ് യു കൺസിഡേർഡ് ലുക്കിംഗ് എബൌട്ട് എ ന്യൂ ജോബ്? പിന്നെ അടുത്തത്, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ തെറ്റായിട്ട് പറഞ്ഞു, എന്നിട്ട് പിന്നീട് അത് സത്യം തുറന്നു പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ പറയുകയാണെങ്കിൽ ഹാവ് യു
thought about? Have you thought about telling the truth? Have you thought about telling the truth? നീ ഇമെയിൽ അയച്ചുവോ എന്നെങ്ങനെ ചോദിക്കുക? ഹാവ് യു സെൻറ്റ് ഇമെയിൽ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഹാവ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ഇനി ഇതിൻ്റെ ഒരു രണ്ട് രീതിയിലും കൂടിയാണ് നമ്മൾ ഹാവ് യു എവർ വെച്ചിട്ടുള്ള മറ്റൊരു രീതി. ഇത് തന്നെ കുറച്ചുകൂടി ഭംഗിയായിട്ട് പറയാം നമ്മൾ ഹാവ് യു എവർ. ഇപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും മോഹൻലാലിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ ഹാവ് യു എവർ സീൻ മോഹൻലാൽ എന്നാ പറയാം. അപ്പോൾ അതായത് ഇതുവരെ എപ്പോഴെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, എപ്പോഴെങ്കിലും നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ, അതിൻ്റെ ഡീറ്റെയിൽഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ. എന്തെങ്കിലും സംശയമുള്ളവർ വാട്സപ്പ് ചെയ്താൽ മതി. ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിൽക്കുവാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യൂ. ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.